മത്സരിച്ച 101 സീറ്റുകൾ സഖ്യകക്ഷികൾക്ക് നൽകിയതോടെ ഇനി കോൺഗ്രസിന് ആകെ ബാക്കിയുള്ളത് 328 സ്ഥാനാർത്ഥികൾ മാത്രമാണ്. രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലോക്സഭയിലേക്ക് 400-ൽ കുറഞ്ഞ സീറ്റുകളിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 93 സീറ്റുകൾ കുറവാണിത്. ഗുജറാത്തിലെ സൂററ്റിൽ പത്രിക തള്ളുകയും മധ്യപ്രദേശിലെ ഇൻഡോറിൽ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയും ചെയ്തതോടെയാണ് കോൺഗ്രസ് 328-ൽ ഒതുങ്ങിയത്. സൂററ്റിലെയും ഇൻഡോറിലെയും പത്രികകൾ തള്ളിപ്പോയിരുന്നില്ലെങ്കിൽ 330 സീറ്റുകളിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ ഉണ്ടാവുമായിരുന്നു. 2004-ൽ 417 സീറ്റിലും 2009-ൽ 440 2014-ൽ 464 സീറ്റിലും 2019-ൽ 421 സീറ്റിലുമായിരുന്നു കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നത്. കർണാടക, ഒഡീഷ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകളിൽ കോൺഗ്രസ് ഇത്തവണ മത്സരിക്കുന്നുണ്ട്. മിസോറാമിലെ ഏക സീറ്റിൽ കഴിഞ്ഞ തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് കോൺഗ്രസ് ഇത്തവണ സ്ഥാനാർത്ഥിയെ നിർത്തി. കർണാടകയിൽ 2019-ൽ JDSനൊപ്പം ചേർന്ന 21 സീറ്റുകളിലായിരുന്നു മത്സരിച്ചതെങ്കിൽ ഇത്തവണ സഖ്യമില്ലാതെ ആകെയുള്ളത് 28 സീറ്റിലും കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. ഒഡീഷയിൽ 18 സീറ്റിലായിരുന്നു കഴിഞ്ഞ തവണയെങ്കിൽ ഇത്തവണ 20 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലാണ് കഴിഞ്ഞ തവണത്തേക്കാൾ ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളെ നിർത്തിയത്. കഴിഞ്ഞ തവണ സംസ്ഥാനത്തെ 80-ൽ 67 സീറ്റിലും മത്സരിച്ച കോൺഗ്രസിന് സോണിയാഗാന്ധിയുടെ റായ്ബറേലിയിൽ മാത്രമേ വിജയിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ഇത്തവണ സമാജ്വാദി പാർട്ടിക്കൊപ്പം ചേർന്ന് 17 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. 2019-ൽ 40 സീറ്റിൽ മത്സരിച്ച പശ്ചിമ ബംഗാളിൽ സഭാകക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൗധരി അടക്കം 2 പേർ മാത്രമാണ് വിജയിച്ചത്. 42 സീറ്റുകളാണ് സംസ്ഥാനത്തുള്ളത്. ഇടതു പാർട്ടികളുമായി ചേർന്ന് ഇത്തവണ സംസ്ഥാനത്ത് കോൺഗ്രസ് മത്സരിക്കുന്നത് 14 സീറ്റുകളിൽ മാത്രമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര NCPക്കൊപ്പം ചേർന്നായിരുന്നു കോൺഗ്രസ് മത്സരിച്ചത്. ഇത്തവണ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും സഖ്യത്തിന്റെ ഭാഗമായതോടെ 17 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 25 ജനവിധി തേടിയിരുന്നു. പ്രധാന ശക്തിയായിട്ട് പോലും 9 സംസ്ഥാനങ്ങളിൽ 2-3 സീറ്റ് ഇന്ത്യ സഖ്യകക്ഷികൾക്കായി കോൺഗ്രസ് മാറ്റിവെച്ചിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി അധികാരത്തിലുള്ള ഡൽഹിയിൽ 7-ൽ 3 കോൺഗ്രസ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 7 സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നു. ഹരിയാനയിൽ 1 സീറ്റും ഗുജറാത്തിലെ 2 സീറ്റും ആം ആദ്മി പാർട്ടിക്ക് നൽകി. ആന്ധ്രാപ്രദേശിലെ 2 സീറ്റുകൾ CPMനും CPIക്കുമായി മാറ്റിവെച്ചു. അസമിൽ 1 സീറ്റിൽ AJP ആണ് മത്സരിക്കുന്നത്. മധ്യപ്രദേശിലെ ഖജുരാഹോ സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി നീക്കിവെച്ചതായിരുന്നെങ്കിലും അവരുടെ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയതിനെ തുടർന്ന് ഫോർവേഡ് ബ്ലോക്കിന്റെ സ്ഥാനാർത്ഥിയെയാണ് പിന്തുണയ്ക്കുന്നത്. രാജസ്ഥാനിൽ 3 സീറ്റുകളിലാണ് സഖ്യകക്ഷികൾ ജനവിധി തേടുന്നത്. ഡൽഹിയിൽ കഴിഞ്ഞ തവണ 7 സീറ്റുകളിലും മത്സരിച്ചപ്പോൾ ഇത്തവണ AAPക്ക് 4 സീറ്റുകളാണ് വിട്ടുകൊടുത്തത്.